ഇപ്പൊ ഇതിന്റെ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, റോഡിങ്. അതെ, ഇതൊക്കെ ഇവിടെ പഠിച്ച സ്റ്റുഡൻസ് ആണ്. ഈ UK-ലെ അതുപോലെ തന്നെ UAE-ലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ 2 വർഷം പഠിച്ച് 3-ാമത്തെ വർഷം അവിടെ പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഞാൻ കോട്ടയ്ക്ക് ബി സ്കൂളിലാട്ടോ കുറേ മുന്നേ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അതെ, കുറെ ബി സ്കൂൾ ഇന്റർനാഷണൽ. ഇത് റാഫിയാണ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ? അതെ, ബി സ്കൂളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി സ്കൂൾ ഒരു 20 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിക്കുലം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ കരിക്കുലാണ്. ഇത് ഓരോ വർഷം സിലബസ് അപ്ഡേറ്റഡ് ആണ്. ഒന്ന് പിന്നെ ഇതിൽ ബൈ ഹാർട്ട് ലേണിംഗ് സിസ്റ്റം വരുന്നില്ല. ഇതിൽ പക്ക കുട്ടിക്ക് ഒരു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ് വരുന്നത്. അതായത് റിട്ടേൺ എക്സാം ഇതിൽ വരുന്നില്ല. പക്ക ഒരു അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്താൽ മതി കുട്ടി. ഇതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. പിന്നെ ഇത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് പോവാം, ഒരു ഫാമിലി ബിസിനസ്സിലേക്ക് പോവാം, C-ലെവൽ ജോബ്, CEO, CFO, CGO ഈ ലെവലിൽ ജോബിലേക്ക് പോവാം. അല്ലെങ്കിൽ ഒരു മാനേജർ പോസ്റ്റ് ആണെങ്കിൽ HR മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റ് മാനേജർ, ഓപ്പറേഷൻ മാനേജർ, ഒരു മാനേജർ ലെവലിലേക്ക് ഇവർക്ക് മാറാൻ പറ്റും. പിന്നെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. ഫൈനൽ ഇയർ ഇതിവിടെ 2 വർഷം പഠിച്ചിട്ട് 3-ാമത്തെ വർഷം ഇവർക്ക് UK-ലുള്ള ഇതുപോലത്തെ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. ദുബായിലും പോവാം, UK-ലും പോയിട്ട് ടോപ്പപ്പ് ചെയ്യാം. ഇതൊരു ഇൻ്റർനാഷണൽ ഡിഗ്രി പ്രോഗ്രാമാണ്. ഇത് ഡയറക്റ്റ് UK-ലേക്ക് പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റാണ്. ഇത് ഇവിടെ ഒരു 60% ഫീസ് ഇളവിൽ ബി സ്കൂളിൽ എന്ത് ചെയ്യുക, 2 വർഷം പഠിച്ച് 3-ാമത്തെ വർഷം പുറത്ത് പോയിട്ട് പഠിക്കാൻ പറ്റും. അത് അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കോ എല്ലാവരും നിർബന്ധമാണോ, കമ്പൽസറി ആണോ? ഇനി അല്ല, കമ്പൽസറി അല്ല. അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ നിന്നിട്ട് ഓൺലൈനായിട്ട് ഫൈനൽ ഇയർ UK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ നിങ്ങൾ അവസരം ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മാൾ ബിസിനസ് മാനേജ്മെന്റ് അത് ആർക്കുള്ളതാ? അത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണത്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത 2 വർഷം ഇവിടെ പഠിച്ചിട്ട് 3-ാമത്തെ വർഷം പുറത്ത് പോവാം. അതിൽ 3 ദിവസം ഇവിടെ ക്ലാസ് ഉള്ളൂ, വീക്കിൽ 3 ദിവസം. നമ്മുടെ നാട്ടിൽ ഒരുപാട് വുമൺ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഇവരെ സ്മോൾ ബിസിനസ്സിനെ മിഡിൽ ബിസിനസ് ആക്കാമെന്നും മിഡിൽ ബിസിനസ്സിനെ ഹൈ ലെവൽ ബിസിനസ്സിലേക്ക് മാറ്റാമെന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെങ്ങനെ ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാമെന്നും ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും പിന്നെ AI റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നും ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ പ്രൊമോഷൻ ചെയ്യാമെന്നും പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്കുള്ളതാണ് ഈ പ്രോഗ്രാം. വീക്കിലി ഉണ്ട്. കോഴ്സിൻ്റെ പേര് ഡിസൈൻ തിങ്കിങ് എന്നാണ്. അതായത് എനിക്ക് തോന്നുന്നത് നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, അതെ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അത് ആവറേജ് ആണെങ്കിൽ മിഡിൽ റൺ ചെയ്യുന്ന ബിസിനസിനെ എബോ ആവറേജിലേക്ക് അതിനുള്ള ഒരു എബോ ആവറേജിലുള്ള ബിസിനസിനെ ഒരു നെക്സ്റ്റ് ഇന്റർനാഷണൽ ലെവലിൽ ഏതായാലും ചെയ്യുന്ന ബിസിനസിനെ അടുത്ത ലെവലിലോട്ട് മാറ്റാനുള്ള കോഴ്സാണ് ഡിസൈൻ തിങ്കിങ്. ഒരാഴ്ചയിൽ ഒരു ദിവസം 1 ഇയർ ആണ് അതിന്റെ ഡ്യൂറേഷൻ അല്ലേ? നമ്മുടെ HR അല്ലേ? എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്? ബ്രദർ ഇവിടെ പഠിച്ചത്. ഞാൻ 2018 മാനേജ്മെൻറ്റ് കൂടെ ജോയിൻ ചെയ്തത്. 2020 ഞാൻ എൻ്റെ ബ്രദറിനെ ഇവിടെ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ജസ്റ്റ് ഒരു ഇപ്പോൾ നാട്ടിൽ എൻ്റെ ഫാദർ നാട്ടിലില്ലാത്തതുകൊണ്ട് അവനക്ക് ഏത് കോളേജിൽ പോയാലും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ഞാൻ തന്നെ വേണം പാരൻസ് മീറ്റിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ എൻ്റെ കൂടെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ലെവൽ 4 അഡ്മിഷൻ എടുത്ത്. പക്ഷേ മാഷാഅല്ലാഹ് ഒരു 2-3 വർഷത്തെ എൻ്റെ ബി സ്കൂളിൽ ആ ഒരു ജേർണി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചേഞ്ചസ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പയർഡ് ടു അതർ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ള മറ്റു കുട്ടികളെയും അതുപോലെയുള്ള അവൻ്റെ സെയിം ഏജിലുള്ള കുട്ടികളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവൻ്റെ തോട്ട് ലെവലും കാര്യങ്ങളും ഒക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. ശരിക്കും അവൻ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പിലാണ് കാലിക്കറ്റ്. അതെ, നന്നായിട്ട് പോകുന്നു. ഞാൻ ദ ബി സ്കൂൾ ഇന്റർനാഷണലിൻ്റെ സെൻട്രൽ ഹെഡാണ് ജിത്തു. ഇപ്പോൾ 4 വർഷത്തോളമായിട്ട് ഇവിടെ സ്ഥാപനത്തിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ മോഡലിലുള്ള ഒരു പിന്നെ സിലബസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് കുട്ടികൾ പഠിക്കുക. ഇപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത പല സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നത് കൂടുതലും പ്രാക്ടിക്കലി കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു
എന്താണ് ഈ കരിയറിൽ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നല്ല ഡീപ്പായിട്ടുള്ളൊരു പ്രാക്ടിക്കൽ സെഷൻസ് ഇവിടെ നിന്ന് കിട്ടും. 2-3 വീക്കൊക്കെ കൂടുന്ന ടൈമിൽ ഓരോ ബിസിനസ്സുകാർ ഇങ്ങനെ വരും ഇവിടെ. ഓരോ ബിസിനസ്സുകാർ വന്നിട്ട് ബിസിനസ്സുകാർ എന്ത് ചെയ്യും, കുട്ടികൾക്ക് അവരെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞു. അപ്പോൾ നിലവിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ബിസിനസ്സുകാരായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നു. അടിപൊളി അടിപൊളി. ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് സൈഡിലും ഫാക്കൽറ്റി സൈഡിലും ഒക്കെ ഉള്ള നമ്മളെ ഫൈസൽ സാറ്, ഒന്ന് നമ്മളെ ബി സ്കൂളിന്റെ ഫൈസൽ സാറ് മാനേജ്മെന്റിലുണ്ട്, പിന്നെ ഷിഹാബുദ്ദീൻ സാറ്, പിന്നെ ജാബിർ സാറ്, പിന്നെ അഖിൽ സാറ്, ഇങ്ങനെ കുറച്ച് ആളുകളാണ്. നല്ല ടീമാണ്. ഫാക്കൽറ്റീസോ നമ്മൾ 20 വർഷമായിട്ടുള്ള ടീമാണ്. പിന്നെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ പെട്ടെന്നൊരു MBA കഴിഞ്ഞ് പെട്ടെന്ന് എടുക്കുന്നൊന്നുമില്ല. നമ്മൾ നല്ല അവരെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഇനി ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുമ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റും. സൗകര്യം എങ്ങനെയാണ്? ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. യെസ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റാഫി, ഏതൊക്കെ കോഴ്സുകൾ ഒന്നുകൂടെ പറഞ്ഞേ. +2 കഴിഞ്ഞവർക്കല്ല ഈ സ്ഥാപനം? അതെ, +2 ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ, +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള കോഴ്സുകൾ. +2 ഇനി +2. അതെ, പ്രശ്നമില്ലല്ലോ. ഇല്ല. പിന്നെ ഏതൊക്കെ കോഴ്സ് ഒന്നുകൂടെ? +2 കഴിഞ്ഞ കുട്ടികൾക്ക് UK ഇന്റഗ്രേറ്റഡ് MBA, UK BBA, 2, പിന്നെ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന പ്രോഗ്രാം, ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മാൾ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത്രയും പ്രോഗ്രാമാണ് +2 കഴിഞ്ഞ കുട്ടികൾക്ക്. ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ PGDBM + MBA എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. 1 ഇയർ ഇവിടെ പഠിക്കുക, 1 ഇയർ UK-ലോ UAE-ലോ പോയിട്ട് പഠിക്കുക. ഇനി ഫൈനലി ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ചെയ്യാം. അതോടൊപ്പം ഓരോ പേപ്പറിനും ഓരോ കമ്പനിയിലേക്കാണ് IV കൊണ്ടുപോകുന്നത്. എക്സാം നടക്കുന്നത് ഇവരെ അസൈൻമെൻ്റ് ആണ് നോക്കുന്നത്. അസൈൻമെൻറ്റ് ഫസ്റ്റ് ഏത് ഫാക്കൽറ്റിയാണോ, ഇപ്പോൾ മാർക്കറ്റിംഗ് എടുക്കുന്ന ഫാക്കൽറ്റി അവർ അസൈൻമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഇൻറ്റീരിയൽ വെരിഫിക്കേഷൻ അടുത്ത അധ്യാപകൻ ചെക്ക് ചെയ്യും. ഇവർ 2 പേരും സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് UK-ന്ന് ഡയറക്റ്റ് ഇവിടെ എന്ത് ചെയ്യും, ബി സ്കൂളിൽ ഒരു എക്സാമിനർ ഇവിടെ വരും. നമ്മളെ ബി സ്കൂളിൽ വന്നിട്ട് അവരാണ് വാല്യുവേഷൻ നടത്തുന്നത്. വാല്യുവേഷൻ നടത്തിയിട്ട് കുട്ടീൻ്റെ പാസ്, മെറിറ്റ്, ഡിസ്റ്റിങ്ഷൻ, ഇത് 3 നോക്കുന്നത്. ചെങ്കുവട്ടി തൃശ്ശൂർ റോട്ടിലെ ചെനക്കൽ എന്ന പ്രദേശത്താണ് ബി സ്കൂൾ ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ ബന്ധപ്പെടാം, വന്ന് നോക്കാം. പഠിച്ചു പോയ കുട്ടികളെ വിളിച്ചു നോക്കാം. നിങ്ങളെല്ലാവരും വിളിച്ചു നോക്കിയിട്ടൊക്കെ അഡ്മിഷൻ എടുത്തോളൂ. ഒരു വ്യത്യസ്തമായ ക്യാമ്പസ്, വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയർ, നിങ്ങൾക്ക് നല്ല ജോലി, ബിസിനസ്സുകാരൻ ആവാൻ താല്പര്യമുള്ള ആളുകൾക്ക് വന്നോളൂ. ബാക്കി ഇവർ നോക്കുന്ന പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്.